എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് ആണ്. അപ്പോൾ ഒരുപാട് പേര് കമന്റിലൂടെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സ്ക്വയറിന്റെ വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് സ്ക്വയർ റൂട്ട്, എങ്ങനെയാണ് നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. സ്ക്വയർ കാണാനുള്ള ട്രിക്കൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അപ്പോൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായി ഉറപ്പായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മൾ ഇന്ന് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്ന ട്രിക്കാണ് പറഞ്ഞു തരുന്നത്. അതിനു മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, എന്താണ് സ്ക്വയർ അല്ലേ? നമുക്കറിയാം 5 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? 5നെ 2 തവണ ഗുണിക്കുക. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5നെ 2 തവണ ഗുണിക്കുക എന്നുള്ളതാണ്. അതായത് 5 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 25 ആണ്. അപ്പോൾ ഈ സ്ക്വയർ എന്ന് പറയുന്നതാണ് 25. 5ന്റെ സ്ക്വയർ ആണ് 25. അങ്ങനെയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 25 എത്രയാണ്? സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് പറയുന്നത് 5 ആണ് അല്ലേ? 5ന്റെ വർഗമാണ് 25. അങ്ങനെയാണെങ്കിൽ 25ന്റെ വർഗമൂലം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? 5 ആണ്. അതായത് 25 എന്ന് പറയുന്ന സംഖ്യ കിട്ടണമെങ്കിൽ ഏത് സംഖ്യയെ 2 തവണ ഗുണിച്ചാലാണ് കിട്ടുക? അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് പറയുമ്പോൾ ഏത് സംഖ്യയെ 2 തവണ ഗുണിച്ചാലാണ്, അല്ലെങ്കിൽ ഏത് സംഖ്യയുടെ സ്ക്വയർ ആണ് 25? 5ന്റെ ആണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് പറയുന്നത് 5 ആണ്. ഇനി സ്ക്വയർ റൂട്ട് ഓഫ് 36 എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് സംഖ്യയുടെ സ്ക്വയർ ആണ് 36? ഏതിൻ്റെയാണ്? 6ന്റെ സ്ക്വയർ ആണ് 36. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ നമ്പേഴ്സ് 25, 36, 49 ചോദിച്ചാൽ നമുക്ക് 7 ആണെന്ന് അറിയാം. 64 ചോദിച്ചാൽ 8 ആണെന്ന് അറിയാം അല്ലേ? അപ്പോൾ സ്ക്വയർ റൂട്ട് ചെറിയ സംഖ്യകളാണെങ്കിൽ അറിയാം. ഇപ്പോൾ ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് പറയുമെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നോക്കി എന്തായാലും കിട്ടില്ല അല്ലേ? അപ്പോൾ അത് ഈസി ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, നമ്മൾ ഏതൊരു സംഖ്യയുടെയും സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ ആണ് അറിഞ്ഞിരിക്കേണ്ടത്. കാരണം അതിൻ്റെ സ്ക്വയർ അറിഞ്ഞാലാണ്, അവയുടെ ലാസ്റ്റ് ഡിജിറ്റ് അറിഞ്ഞാലാണ് നമുക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ സ്ക്വയർ എന്ന് പറയുന്നത് അത്യാവശ്യം എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ? 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ എല്ലാവർക്കും സ്ക്വയർ അറിയുന്നതായിരിക്കും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പഠിച്ചു വയ്ക്കാം. 1ന്റെ സ്ക്വയർ 1 ആണ്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ്? 1 ആണ്. 2ന്റെ സ്ക്വയർ 4 ആണ്. ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്. 3ന്റെ സ്ക്വയർ 9, ലാസ്റ്റ് ഡിജിറ്റ് 9. 4ന്റെ സ്ക്വയർ 16 ആണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 16ന്റെ 6 ആണ്. 5ന്റെ സ്ക്വയർ 25, ലാസ്റ്റ് ഡിജിറ്റ് 5. 6ന്റെ സ്ക്വയർ 36, ലാസ്റ്റ് ഡിജിറ്റ് 6. 7ന്റെ സ്ക്വയർ 49, ലാസ്റ്റ് ഡിജിറ്റ് 9. 8ന്റെ സ്ക്വയർ 64, ലാസ്റ്റ് ഡിജിറ്റ് 4. 9ന്റെ സ്ക്വയർ 81, ലാസ്റ്റ് ഡിജിറ്റ് 1. 10ന്റെ സ്ക്വയർ നമുക്കറിയാം 100, ലാസ്റ്റ് ഡിജിറ്റ് 0. ഓക്കെ, അപ്പോൾ ഇത്രയും എന്താണ് സ്ക്വയർ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ ഈ നമ്പറിൻ്റെയാണ് നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കേണ്ടതെന്ന് വെക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ നമ്പറിനെ ആദ്യം 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അതായത് 2 അക്ക സംഖ്യ ഇങ്ങോട്ട് നീക്കിയിട്ട് ലൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആക്കി. ഇനി എന്ത് ചെയ്യുക? ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക. 21 അല്ലേ? ഇവിടെ 1 ആണ് ലാസ്റ്റ് വരുന്നത്. അപ്പോൾ 1 ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 വരുന്നത് 1ൻ്റെയും പിന്നെ 1 9ൻ്റെയും അല്ലേ? 1 81 എന്ന് വരുമ്പോൾ 1 വരുന്നുണ്ട് ലാസ്റ്റ് ഡിജിറ്റ്. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 1 വരുന്നത് എവിടേക്കാണ്? 1ൻ്റെയും 9ൻ്റെയും. അപ്പോൾ 1 അല്ലെങ്കിൽ 9 ആയിരിക്കും നമ്മുടെ ലാസ്റ്റ് ഡിജിറ്റ്. ഈ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഒന്നുകിൽ 1 ആയിരിക്കും അല്ലെങ്കിൽ 9 ആയിരിക്കും. അതവിടെ എഴുതി നിർത്താം. ഇനി ഈ ഭാഗം നമുക്ക് കഴിഞ്ഞു. അടുത്തത് ഈ ഫസ്റ്റ് പോർഷൻ നോക്കാം. 79 അല്ലേ? അപ്പോൾ ഈ 79 എന്ന് പറയുന്നത് ഇവിടെ എവിടെയായിട്ടാണ് വരിക? 25, 36, 49, 64നും 81നും ഇടയിലാണ് എന്ത് വരിക? 79 വരിക. ഈ 81 എന്ന് പറയുന്നത് 79നേക്കാളും വലുതാണ്. അപ്പോൾ നമ്മൾ അത് എടുക്കാൻ പാടില്ല. അതിന് തൊട്ട് മുന്നിലുള്ളത് ഏതാണ്? ചെറുതെടുക്കുക, 64. അപ്പോൾ ഈ 64 വരുന്നത് ഏതിൻ്റെ സ്ക്വയർ ആണ്? 8ൻ്റെയാണ് അല്ലേ? അപ്പോൾ ഈ 8 ആയിരിക്കും നമ്മുടെ ഫസ്റ്റിലെ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, 79 വരുന്നത് 81നും 64നും ഇടയിലാണ്. 81 എന്ന് പറയുന്നത് 79നേക്കാളും വലുതായതുകൊണ്ട് 64, അതിനേക്കാളും ചെറിയ നമ്പർ എടുക്കാം. അപ്പോൾ 8 ആണ് എന്തായിട്ട് വരിക? ഫസ്റ്റ് നമ്പർ. ഇനി രണ്ടാമത്തെ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഈ 8നെ അതിൻ്റെ തൊട്ടടുത്ത നമ്പർ കൊണ്ട് ഗുണിക്കുക. 8 × 9 എത്രയാണ്? 8ൻ്റെ തൊട്ടടുത്ത നമ്പർ 9 ആണ് അല്ലേ? 8 കഴിഞ്ഞാൽ 9 ആണ്. അപ്പോൾ 8 × 9 72. ഈ 72 എന്ന് പറയുന്നത് 79നേക്കാളും എന്താണ്? ചെറുതാണ് അല്ലേ?
79 എന്ന് പറയുന്നത് 72-നേക്കാളും എന്താണ് വലുതാണ്, അങ്ങനെയും പറയാം അല്ലെ. 72-നേക്കാളും വലുതാണ് ഈ നമ്പർ. അപ്പം നമ്മുടെ വലിയ നമ്പർ ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, നമുക്ക് ഗുണിച്ച് കിട്ടുന്ന ഉത്തരം അതിനേക്കാളും വലുതാണ് നമ്മുടെ നമ്പർ എങ്കിൽ ഇതിൻ്റെ വലിയ നമ്പർ ആയിരിക്കും. അപ്പോൾ 8ഉം ഇവിടെ 9, 89 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ. എങ്ങനെയാണ് ചെയ്തത് ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ 2ആക്കി സ്പ്ലിറ്റ് ചെയ്തു സംഖ്യകളെ. എന്നിട്ട് ഫസ്റ്റ് പാർട്ടിലെ ആദ്യത്തെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കി, 1 ആണ്. ഈ 1 വരുന്നത് എവിടേക്കാണ്? 1ന്റെ സ്ക്വയറിലും 9ന്റെ സ്ക്വയറിലുമാണ് 1 ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ 1 അല്ലെങ്കിൽ 9 ആയിരിക്കും നമ്മുടെ ലാസ്റ്റ് ഡിജിറ്റ്. ഇനി ആദ്യത്തേത് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഈ രണ്ടാമത്തെ പാർട്ട് 79 എവിടെയാണ് വരുന്നതെന്ന് നോക്കി. 81 എന്ന് പറയുമ്പോൾ വലുതാണ്. അപ്പോൾ അതിന് തൊട്ട് മുന്നിലുള്ള 64 എടുത്തു. അപ്പോൾ അതിന് നേരിട്ട് വരുന്നത് എന്താണ്? 8 ആണ്. 8ന്റെ സ്ക്വയറാണ് 64. അപ്പോൾ 8 ആണ് നമ്മുടെ ഫസ്റ്റ് ഡിജിറ്റ്. ഓക്കെ, ഇനി ഇതിൽ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ 8നെ അതിന് തൊട്ടടുത്ത നമ്പറായ 9 കൊണ്ട് ഗുണിച്ചു. 8 9 72. ഈ 72-നേക്കാളും വലുതാണ് നമ്മുടെ 79. അങ്ങനെയാണെങ്കിൽ ഇതിലെ വലിയ നമ്പർ അപ്പോൾ 9. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 89 എന്ന് കിട്ടി. അടുത്തത് നോക്കാം. 1296ന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഇവിടെ 96 ആണ്. അതിൽ നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ് നോക്കാം. 6 ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നത് എവിടേക്കാണ്? ദാ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെയും 6 ഉണ്ട്, ഇവിടെയും 6 ഉണ്ട്. അപ്പോൾ ഈ 6 എന്ന് പറയുന്നത് 4ന്റെ സ്ക്വയറാണ് വരുന്നത് ലാസ്റ്റ് ഡിജിറ്റ്. അതുപോലെ ഇത് വരുന്നത് എവിടെയാണ്? 6ൻ്റെയാണ്. അപ്പം 4 അല്ലെങ്കിൽ 6 ആയിരിക്കും നമ്മുടെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. ഒന്നുകിൽ 6, 4 4 16 അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ്, പിന്നെ 6 6 36ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 6 വരുന്നുണ്ട്. അപ്പം 4 അല്ലെങ്കിൽ 6 ആയിരിക്കും നമ്മുടെ ലാസ്റ്റ് ഡിജിറ്റ്. ഇനി ഇത് കഴിഞ്ഞു. ഇനി ഫസ്റ്റ് ഡിജിറ്റ് കാണാൻ എന്ത് ചെയ്യുക? ഇത് 12 ആണ്. 12 എവിടെയാണ് ഇവിടെ വരിക? 9ൻ്റെയും 16ൻ്റെയും ഇടയിലാണ് 12 വരിക. 16 എന്ന് പറയുന്നത് 12-നേക്കാളും വലുതാണ്. അപ്പം അത് പറ്റില്ല. അപ്പം അതിന് ചെറുതെടുക്കുക. 9 9 ഏതിൻ്റെ സ്ക്വയറാണ്? 3ൻ്റെ സ്ക്വയറാണ്. അപ്പം നമ്മുടെ 3 ആയിരിക്കും ഫസ്റ്റത്തെ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ നമ്പർ ഏതാണ്? 3 ആണ്. ഇനി അടുത്ത നമ്പർ ഇതിലത്തെ 4 ആണോ 6 ആണോ എന്നറിയാൻ ഈ 3നെ എന്ത് ചെയ്യണം? 3ൻ്റെ തൊട്ടടുത്ത നമ്പർ കൊണ്ട് ഗുണിക്കുക. 3 × 4 ചെയ്യുമ്പോൾ നമുക്ക് 12 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെയും 12, ഇവിടെയും 12. ഇങ്ങനെ ഒരേപോലെ വന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ചെയ്യുന്നതിനേക്കാളും വലുതാണെങ്കിൽ വലുതെടുക്കുക, ചെറുതാണെങ്കിൽ ചെറുതെടുക്കുക. ഇത് ഒരുപോലെയാണ് വന്നിട്ടുള്ളത്. 12ഉം 12ഉം തുല്യമാണ്. അങ്ങനെയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? വലുത് തന്നെ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വലുത് ഏതാണ്? 6 ആണ് വലുത്. 4നും 6ലും വെച്ച് നോക്കുമ്പോൾ 6 ആണ് വലുത്. അപ്പോൾ 36 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ 1296ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? 36 ആണ്. അല്ലെങ്കിൽ 36ൻ്റെ സ്ക്വയർ ആണ് 1296. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അടുത്ത 2 നമ്പേഴ്സും കൂടെ നോക്കാം. അടുത്തത് നോക്കുക. 676ൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യുക? അവസാനത്തെ 2 സംഖ്യ വിട്ടിട്ട് ലൈൻ ചെയ്യുക. 2ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഇനി ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ് ഏതാണ്? 6 ആണ് അല്ലേ. അപ്പോൾ ഈ 6 ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്ന ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 4ൻ്റെയും 6ൻ്റെയും ആണ് വരിക. അപ്പോൾ 4 അല്ലെങ്കിൽ 6 അതാണ് നമ്മുടെ ലാസ്റ്റ് ഡിജിറ്റ്. ഇനി ഇത് ചെയ്തു കഴിഞ്ഞു. ഇനി ഫസ്റ്റ് ഡിജിറ്റ് എടുക്കാം. ഫസ്റ്റ് ഡിജിറ്റ് എന്താണ്? 6 ആണ് അല്ലേ. അപ്പോൾ ഈ 6 ഇവിടെ വരുന്നത് എവിടെയാണ്? 4ൻ്റെയും 9ൻ്റെയും ഇടയിലാണ് എന്ത് വരിക? 6 വരിക. അപ്പോൾ 9 എന്ന് പറയുന്നത് 6-നേക്കാളും വലുതാണ്. അപ്പോൾ നമ്മൾ ഏതെടുക്കണം? ചെറുതെടുക്കണം. 4 എന്ന് പറയുന്നത് ഏതിൻ്റെ സ്ക്വയറാണ്? 2ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ ആ 2 നമ്മൾ ഇവിടെ ഇട്ടു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്പർ കിട്ടി 2 ആണ്. ഇനി രണ്ടാമത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഈ 2നെ അതിൻ്റെ തൊട്ടടുത്ത നമ്പർ 2 × 3 ചെയ്യുക അല്ലേ. തൊട്ടടുത്ത നമ്പർ 3 അല്ലേ. അപ്പോൾ 2 × 3 എത്രയാണ്? 6 അല്ലേ. അപ്പോൾ ഈ 6 എന്ന് പറയുന്നത് നമ്മുടെ 6ഉം 2ഉം തുല്യമാണ്. തുല്യമായി വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? വലിയ നമ്പർ എടുക്കണം. അപ്പോൾ വലിയ നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 6 ആണ്. സോ നമ്മുടെ ആൻസർ എത്രയാണ്? 26 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ 26ൻ്റെ സ്ക്വയർ ആണ് എന്ത്? 676 അല്ലെങ്കിൽ 676ൻ്റെ സ്ക്വയർ റൂട്ടാണ് 26. അടുത്തത് നോക്കുക. 1089. അപ്പോൾ 1089ൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ 2 സംഖ്യ നീക്കിയിട്ട് ലൈൻ ഇട്ട് കൊടുക്കുക. 2ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഇനി ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 9 ആണ്. 9 ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത് എന്തൊക്കെയാണ്? ഇതാ ഇവിടെ 9 വരുന്നുണ്ട്. 3ൻ്റെയും അതുപോലെ ഇവിടെ 9 വരുന്നുണ്ട്. 7ൻ്റെയും അല്ലേ. 3ൻ്റെയും 7ൻ്റെയും ആണ് ലാസ്റ്റ് ഡിജിറ്റ് 9 വരുന്നത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡിജിറ്റ് ഒന്നുകിൽ 3 ആയിരിക്കും അല്ലെങ്കിൽ 7 ആയിരിക്കും. ഇനി ഫസ്റ്റ് ഡിജിറ്റ് കാണും അല്ലേ. അപ്പോൾ ഈ ഭാഗം കഴിഞ്ഞു. ഫസ്റ്റ് ഡിജിറ്റ് നോക്കാം. 10 ആണ് ഇവിടെ വരുന്നത് അല്ലേ.
10 ഇവിടെ എവിടെയായിട്ട് വരും? 9ന്റെയും 16ന്റെയും ഇടയിലാണ് 10 വരുന്നത്. 16 എന്ന് പറയുന്നത് 10നേക്കാളും വലുതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിനേക്കാളും ചെറുതായിട്ടുള്ള 9 എടുക്കാം. 9 ഏതിൻ്റെ സ്ക്വയർ ആണ് വരുന്നത്? 3ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ 3 ആണ് ഫ്രണ്ടിൽ വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ നമ്പർ 3 എന്ന് കിട്ടി. ഇനി ഇതിൽ 3 ആണോ 7 ആണോ എന്നറിയാൻ ഈ 3നെ എന്ത് ചെയ്യുക? അതിൻ്റെ തൊട്ടടുത്ത നമ്പറായിട്ടുള്ള 4 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 3 × 4 എത്രയാണ്? 12 ആണ്. അപ്പോൾ ഈ 12 എന്ന് പറയുന്നത് 10നേക്കാളും വലുതാണ് അല്ലേ? നമ്മൾ ഇവിടെ കിട്ടിയ നമ്പറിനേക്കാളും വലുതാണ് നമ്മുടെ നമ്പർ എങ്കിൽ നമ്മൾ ഇതിലത്തെ വലുതെടുക്കും. പക്ഷെ നമ്മുടെ നമ്പർ ഇതിനേക്കാളും എന്താണ്? ചെറുതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ ചെറിയ നമ്പർ എടുക്കാം. ചെറിയ നമ്പർ ഏതാണ്? 3 അല്ലേ? അപ്പോൾ ഇവിടെ 3ഉം 3ഉം, അപ്പോൾ 33 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇവിടെ ഗുണിച്ച് കിട്ടുന്ന നമ്പറിനേക്കാളും വലുതാണ് നമ്മുടെ നമ്പറെങ്കിൽ വലിയ സംഖ്യ എടുക്കുക. ഇവിടെ കിട്ടുന്നതിനേക്കാളും ചെറുതാണ് നമ്മുടെ സംഖ്യയെങ്കിൽ ചെറുതെടുക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ചെറുതായതുകൊണ്ട് നമ്മൾ ചെറിയ സംഖ്യ എടുത്തു, 33 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ഏതൊരു സംഖ്യ തന്നാലും നമ്മൾ സ്ക്വയർ റൂട്ട് എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ എല്ലാവർക്കും എന്തറിയാം? സ്ക്വയർ അറിയാം. അപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പോൾ സ്ക്വയർ അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ക്യൂബ് റൂട്ടിൻ്റെ വീഡിയോയും ഇതുപോലെ തന്നെ എളുപ്പവഴിയുണ്ട്, അത് നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.